ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സൂസൻ, ഡു യു നോ ഹൂ ഷീ ഈസ്? അനിശ്ചിതകാല സമരം വന്നപ്പോ ഞങ്ങൾക്ക് പഠിക്കണമെന്നും പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടിക്കാരെ ക്ലാസ്സിൽ നിന്ന് കൂവി ഇറക്കി വിട്ട ടെറർ. കൈവെട്ടും കൊല്ലുമെന്നൊക്കെ അവര് ത്രെറ്റൻ ചെയ്തപ്പോ ക്യാമ്പസിന്റെ നടുവിൽ വന്നങ്ങ് നിന്നു. ധൈര്യമുള്ളവരാരാന്ന് വെച്ചാ വരാൻ പറഞ്ഞു. നിരുപമ കൃഷ്ണൻ, our inspiration and fortunately my classmate. പ്ലീസ്. ഇവിടെ 15 വർഷം അല്ലേ? അതെ സർ. IIM-ൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. ഇറങ്ങട്ടെ മോൻ. ഓക്കേ. 15 വർഷത്തെ വിശേഷങ്ങളുണ്ട്, പറയാനും കേൾക്കാനും. എന്ത് ചെയ്യാ അവിടെ? ഇറങ്ങി പോണം. വർഗീസേട്ടിന് പകരം വന്നയാള് അതാരും ആയിക്കോട്ടെ, നിങ്ങൾ ഇപ്പൊ ഇറങ്ങണം. ഔട്ട്സൈഡേഴ്സ് അകത്ത് കയറാൻ പാടില്ല. ഇറങ്ങിയില്ലെങ്കിലോ? ഇറങ്ങിയില്ലെങ്കിൽ പോലീസ് ഒന്നിറക്കും. എന്നാ പിന്നെ അത് തന്നെ നടക്കട്ടെ അല്ലേ? നിങ്ങള് മോനെ, കമ്പ്യൂട്ടർ ലാബ് വേണോന്നുള്ള ഒറ്റയാളുടെ വാശിപ്പുറത്തുണ്ടായ ബിൽഡിംഗ് അത്. പോലീസ് കമ്മീഷണറും മാനേജ്മെന്റും വന്നിട്ട് എഴുന്നേറ്റിട്ടില്ല. മോൻ ചെല്ല്, ആരെയാന്ന് വെച്ചാ വിളിച്ചോണ്ട് വാ. ദേ, അവൻ കുഴപ്പമുണ്ടാക്കും കേട്ടോ. Nirupama Krishnan, if you don't stop this strike right now, you will be expelled from this college. You can expel me, sir, but I won't leave till I see a computer lab here. ആ ആളെ കാണാനാ നീ എന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചതെങ്കിൽ അങ്ങനെ ഒരാളിപ്പോ ഇല്ല സൂസൻ. അത് മനസ്സിലാവും. പക്ഷെ ഇനി അങ്ങോട്ടും അങ്ങനെ ഒരാൾ ഉണ്ടാവുകയില്ല എന്നാ നീ പറയുന്നെങ്കിൽ അതെനിക്ക് മനസ്സിലാവില്ല. ഞാനൊന്ന് അച്ഛന്റെ മരണം, അച്ഛന്റെ ജോലി ഏറ്റെടുക്കൽ, കല്യാണം, കുട്ടി, പ്രാരാബ്ദം, ഇതൊന്നും അല്ലാതൊരു എക്സ്ക്യൂസ് ഉണ്ടെങ്കിൽ പറ, കേൾക്കാം. അതിനേക്കാൾ വലിയ എക്സ്ക്യൂസ് പറയാനുള്ളിടത്ത് നിന്ന് നിന്റെ പകുതി കാലിബർ ഉള്ള നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എത്തിച്ചേർന്നത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ മാർക്കറ്റിംഗ് ഹെഡ് പൊസിഷനിലാണ്. അതുകൊണ്ട് ഒഴിവൊഴിവ് പറയുമ്പോൾ ആ യൂഷ്വൽ ക്ലീഷയൊക്കെ ഒഴിവാക്കി പറയണം. ഇപ്പോഴത്തെ നിന്നെ ഞാൻ കാണാതിരിക്കാനാ നീ ഇത്രയും നാൾ ഒളിച്ചു നടന്നതെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇപ്പോഴത്തെ നിന്നെ നിനക്ക് തന്നെ ഇഷ്ടമില്ലെന്നാണ്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? സ്വപ്നം കാണാൻ നീ ഇടയ്ക്ക് എവിടെയോ വെച്ച് മറന്നുപോയി. നിരുപമ കൃഷ്ണൻ ഈ ലോകത്ത് ജീവിച്ചു എന്നുള്ളതിനൊരു തെളിവ് വേണം. ഒരു സിഗ്നേച്ചർ അവശേഷിപ്പിക്കാതെ കടന്നു പോകേണ്ട ആളല്ല നീ. ഏതെങ്കിലും ഒരു ഓഫീസിന്റെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ മാത്രം പതിയാനുള്ളതല്ല അത്. യുവർ ഡ്രീം ഇസ് യുവർ സിഗ്നേച്ചർ. എനിക്കിനി ഉണ്ട്. 40കളുണ്ട്, 50കളുണ്ട്, 60കളും 70കളും ഉണ്ട്. You are never too late to start. Never.
നിന്നെ കണ്ടുപിടിക്കാൻ എന്നെ സഹായിച്ച നിരുപമ ജോക്സിന് പ്രത്യേകം താങ്ക്സ്. പക്ഷെ ഒരാളെ കണ്ട് തലകറങ്ങി വീഴുന്നതിലേക്കാണ് 15 വർഷത്തെ ശീലങ്ങൾ നിന്നെ കൊണ്ടെത്തിച്ചതെങ്കിൽ ആ ശീലങ്ങൾ നീ മാറ്റിയേ പറ്റൂ. അതിലാര് പെട്ടാലും എന്ത് പെട്ടാലും. പഴയ 20കാരി കണ്ട സ്വപ്നമാണിത്. അവളുടെ കയ്യൊപ്പാണിത്. അതിനുപയോഗിച്ച പേന ഒന്ന് പൊടിതട്ടിയെടുത്താൽ മാത്രം മതി. The world will begin to change for you. ഇവിടേക്ക് തന്നെ വന്നതാ. ബസ്സിൽ ചോദിച്ചപ്പോ സുഖമില്ലാതെ കിടക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് കാണണമെന്ന് തോന്നി. എന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാണോ മോള്? അതെ, എന്താ? അല്ല, ഒന്നുമില്ല. എങ്ങോട്ടോ ഇറങ്ങാൻ തുടങ്ങായിരുന്നു തോന്നുന്നു. ആ, നമ്മുടെ അയ്യർ സാറിന്റെ വീട്ടിലേക്ക്. അവർക്ക് ആഴ്ചയിൽ മുറുക്കും കൊണ്ടാട്ടവും വേണം. അവര് എന്ന ജീവിയാ. ദാ വീട്ടിലുണ്ടായതാ. അയ്യോ, ഇതൊക്കെ എനിക്കായിട്ട് ഞാനിവിടെ ഒന്നും ഉണ്ടാക്കാറില്ല. ഒക്കെ പുറത്തുനിന്നാ. ചായ കൊണ്ടുവരാൻ പയ്യനോട് പറയാം. അയ്യോ വേണ്ട. എന്നെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരാള് എന്നെ കാണാൻ വരുന്നത് ആദ്യമായിട്ടാ. പിന്നെ പറയാനാണേലും പെൻഷന്റെ പാതി വാങ്ങിക്കാൻ വരുന്ന മരുമോളേ ഉള്ളു കേട്ടാ. മോള് വാ. ആശുപത്രിയിലൊക്കെ പോകുന്നത്? ഓ, അതിനൊന്നും കുഴപ്പമില്ല. അത്യാവശ്യമൊക്കെ നടക്കാം. കൂട്ടു വേണമെങ്കിൽ പറയണം. ആശുപത്രി പോകാൻ കൂട്ടുവേണ്ട. പക്ഷേ ഇടയ്ക്ക് ഇതുപോലെ വരാമെങ്കിൽ വല്ലപ്പോഴും മതി. വേറൊന്നിനുമല്ല. ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നൊരു തോന്നൽ വേണം മോളെ മനുഷ്യന്മാർക്ക്. വല്ലപ്പോഴെങ്കിലും ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ ഒരാള് വേണം. എല്ലാ ദിവസവും തമ്മി കാണുമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പേര് പോലും ചോദിച്ചിട്ടില്ല. ഒരു ദിവസം കണ്ടില്ലെങ്കിൽ കണ്ടില്ല, അത്രേ ഉള്ളൂ. അതിനപ്പുറം ആർക്കെവിടെ നേരം? എന്നിട്ടും മോൾ എനിക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച ഈ സമയമുണ്ടല്ലോ, ഇനി എനിക്ക് എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഓർത്തിരിക്കാനുള്ളതാ. ഈ ടെറസിലോ? പക്ഷെ എനിക്കതിനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. എല്ലാം കൃഷി ഓഫീസിൽ നിന്ന് ഇവിടെ വന്ന് ചെയ്തു തന്നോളും. സുഹറ നിരുപമയുടെ കൂടെ ഒന്ന് നിന്നു കൊടുത്താൽ മാത്രം മതി. ഇതിനൊക്കെ എവിടുന്നാ നേരം? അത് ഈ പ്രായത്തില് വേണമെങ്കിൽ അങ്ങേരോട് ചോദിക്കാം. വേണ്ടേ? നമ്മുടെ സീതാറാം സിന്റെ ഓണറുടെ മോളുടെയോ? ഐ ആം റെഡി. ഗ്രീൻ ഹൗസ്, ഗ്രീൻ ഹൗസ് ആ സെർച്ച് ചെയ്ത്. പത്ത് ടെറസ് മതി. 7 പേര് സമ്മതിച്ചു. വലിയ പ്രോഫിറ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇത് നമ്മളൊരു തുടക്കമായിട്ട് കൂട്ടിയാൽ മതി. ഇത് കഴിഞ്ഞുള്ളതിൽ നിന്നാണ് പ്രോഫിറ്റ് കിട്ടാൻ പോകുന്നത്. എന്ന് പറയുമ്പോൾ ഇത് ഏറ്റവും നന്നായിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ആൾക്കാർ ചോദിച്ചറിഞ്ഞു വരണം. റെഗുലറായിട്ട് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റണം, മാർക്കറ്റിലും ചടങ്ങുകൾക്കും ഒക്കെ.
പിന്നെ സാധാരണ പച്ചക്കറിയേക്കാൾ വില കിട്ടും ഓർഗാനിക്കിന്. എന്നിട്ട് വേണം എനിക്ക് ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടമുള്ള പോലെ ഒരു കുറ്റബോധവും ഇല്ലാതെ ഷോപ്പിങ്ങിന് പോവാൻ. എന്നാലും നമ്മുടെ ഭർത്താക്കന്മാരല്ലേ, അപ്പോഴും അവര് പറയും എന്തൊക്കെയായാലും ടെറസ് ഞങ്ങളുടെ ആയിരുന്നല്ലോ എന്ന്. മൊത്തം എക്സ്പെൻസ് ഒരു 5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരും. ഞാൻ എൻ്റെ പേരിൽ ഒരു ബാങ്ക് ലോൺ എടുക്കാം. ഹൗ ഓൾഡ് ആർ യു? 36. സെക്യൂരിറ്റി ഒന്നും തരാനില്ലാത്തതുകൊണ്ട് ഒരു ഇൻഷുറൻസ് എടുക്കേണ്ടി വരും. BP ഉണ്ടല്ലേ? സാറിനെങ്ങനെ അറിയാം? പത്രത്തിലുണ്ടായിരുന്നല്ലോ. പോളിസി ഉണ്ടെങ്കിൽ ലോൺ കിട്ടാൻ പ്രയാസമുണ്ടാവില്ല. ഐ വിൽ ഡു ദ നീഡ്ഫുൾ. പിന്നെ 5 ലക്ഷം രൂപയ്ക്കൊക്കെ സാധാരണ 40 കഴിഞ്ഞവർക്ക് ഇൻഷുറൻസ് കമ്പനിക്കാർ മെഡിക്കൽ ചെയ്യാറുള്ളൂ. പക്ഷേ ചില കേസുകളിൽ അവർ ഇൻസിസ്റ്റ് ചെയ്യും. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഫിറ്റ്. ഷുഗർ ഓക്കെ, ലിവർ ഫങ്ഷൻ ഓക്കെ, കൊളസ്ട്രോൾ ബോർഡർ. അവിടുത്തെ മെഷീനിൽ ഞാൻ നോക്കി 2.5 കിലോയാ ഓവർ വെയിറ്റ്. പക്ഷെ മെഷീൻ കുറച്ച് പഴയതായിരുന്നോ എന്നാ സംശയം. ഓടാൻ പറ്റുമോ? ഏ ഓടാൻ പറ്റുമോന്ന്? ഇനി അതല്ലേ ചെയ്യാൻ പറ്റൂ. അയ്യരുടെ അഗ്രിമെന്റും ക്യാൻസൽ ചെയ്തിട്ട് ഓടി രക്ഷപ്പെടുക. ഇതാണ് അവസ്ഥയെങ്കിൽ ഇൻഷുറൻസ് കിട്ടാൻ പോകുന്നില്ലല്ലോ. ആ ഓട്ടോ അല്ല, അത് ചെയ്യാൻ ആർക്കും പറ്റും. പ്രത്യേകിച്ച് പ്രയാസമൊന്നുമില്ലല്ലോ. വെളുപ്പിന് എഴുന്നേറ്റ് ഒരു 4 കിലോമീറ്റർ ഓടാമോ? ഇന്നേക്ക് 14ാമത്തെ ദിവസം ചേച്ചിക്ക് ഇൻഷുറൻസ് കിട്ടും വിത്ത് ആൻ എക്സലന്റ് മെഡിക്കൽ റിപ്പോർട്ട്. ഞാൻ ഗ്യാരണ്ടി. വെളുപ്പിന് എണീറ്റ് ഓടുക എന്നൊക്കെ പറഞ്ഞാല്, അതും പ്രത്യേകിച്ച് ഞാൻ ചെയ്യുമ്പോ വല്ല പ്രാന്തും പിടിച്ചതാന്ന് വിചാരിക്കും ആൾക്കാര്. അത് മാത്രമല്ല ജയ, ഈ കല്യാണം കഴിഞ്ഞ് മുമ്പോട്ട് ഓർഡറുകളൊന്നും കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ, പെട്ടുപോകും ഞാൻ. ചേച്ചിക്ക് അറിയാലോ, ഇവര് ലോൺ എടുത്തിട്ടാ ഇവർ ആദ്യത്തെ യൂറോപ്യൻ ട്രിപ്പിന് പോയത്. സ്ഥലം കാണാൻ വേണ്ടിട്ട് തന്നെയാ. അന്നീ പറയുന്ന ആളുകളൊക്കെ ഇവരെ കളിയാക്കി. വീടും പറമ്പൊക്കെ ബാങ്ക് ജപ്തി എന്ന് പറഞ്ഞ് കട 3 മണിക്കൂർ അധികം തുറന്നു വെച്ച് 2.5 വർഷം കൊണ്ട് അവരത് വീട്ടി. ഇതുവരെ 5 രാജ്യങ്ങളാണ് അവർ കണ്ടു തീർത്തത്. തോൽക്കാൻ ധൈര്യമുള്ളവനെ ജയിച്ചിട്ടുള്ളൂ ചേച്ചി ഇന്ന് വരെ.